ദൈവനാമത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ ദാവീദിൻ്റെ വഴി തിരഞ്ഞെടുത്ത യോശിയാവിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദാവീദിൻ്റെ വഴിയെക്കുറിച്ച് ചില പോയിന്റ്സ് നമ്മൾ ചിന്തിച്ചു. ഡേവിഡ്സ് ഡിവോഷൻ ടു ഗാഡ് ആൻഡ് ഡേവിഡ്സ് റിലീജിയസ് റിഫോംസ്. ദൈവത്തോടുള്ള ദാവീദിൻ്റെ ഭക്തിയും അതുപോലെ താൻ കൊണ്ടുവന്ന റിലീജിയസ് റിഫോംസിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ചില പോയിന്റ്സ് കൂടി അതേപ്പറ്റി ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് ഡേവിഡ്സ് ലോയൽറ്റി ടു ഗാഡ്. ദാവീദിന് ദൈവത്തോടുള്ള വിശ്വസ്തത. ദൈവിക കൽപ്പനകൾക്കും നിയമങ്ങൾക്കും ദാവീദ് കൊടുത്ത പ്രാധാന്യം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് ദാവീദിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാവുന്നതാണ്. സങ്കീർത്തനം 22:25 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ ഭക്തന്മാർ കാണെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുൻപും യഹോവയുടെ അരുളപ്പാട് അന്വേഷിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണാം. ദൈവത്തോട് മാത്രമല്ല, യോനാഥാനോടും താൻ ചെയ്ത നിയമം അല്ലെങ്കിൽ ഉടമ്പടിയോട് താൻ എത്രമാത്രം വിശ്വസ്തത പാലിച്ചു അല്ലേ? 2 ശമൂവേൽ 24:24 ദാവീദ് ഒരു കാര്യം പറയുന്നുണ്ട്. യഹോവയ്ക്ക് യാഗം കഴിക്കാൻ പോയ ദാവീദാണ്. അവിടെ ദാവീദ് പറയുന്നത്, എനിക്ക് ചെലവില്ലാതെ ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല. ദാവീദ് എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. യോശിയാവിൻ്റെ ജീവിതത്തിലും അത് ശ്രദ്ധേയമാണ്. ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പാൻ, അത് ചെയ്യുവാൻ താൻ ഉത്സാഹിച്ചു. അവിടെ ഒരു കവനന്റ് റിന്യൂവൽ, ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടന്നതായിട്ട് നമുക്ക് കാണാം. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിലും ദൈവവുമായിട്ട് നമ്മൾ പല ഉടമ്പടികൾ ചെയ്യാറുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലോർഡ്ഷിപ്പ് നമ്മൾ കർത്താവിനെ ഏൽപ്പിച്ചതാണ്. നമ്മൾ ദൈവസന്നിധിയിൽ എത്രമാത്രം വിശ്വസ്തരാണെന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. അടുത്തതായിട്ട് സ്ക്രിപ്ചർ അഡ്ഹറൻസ്, ദൈവവചനത്തോടുള്ള അനുസരണം. ഈ കാര്യത്തെപ്പറ്റി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ദാവീദിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവിക കൽപ്പനകൾ താൻ അനുസരിച്ചതായിട്ടും മാത്രമല്ല, പ്രവാചകന്മാർ മുഖാന്തരം തനിക്ക് ലഭിക്കുന്ന അരുളപ്പാടുകൾ അതേപടി അനുസരിക്കുന്ന ഒരു ദാവീദ് അല്ലേ? യോശിയാവിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും ഇത് ശ്രദ്ധേയമാണ്. ന്യായപ്രമാണ പുസ്തകം അത് വായിച്ചു കേട്ടപ്പോൾ അതുപോലെ തന്നെ അനുസരിച്ചു. വിഗ്രഹങ്ങളെ മാറ്റി, വിഗ്രഹാരാധന നിർത്തി, മാത്രമല്ല പെസഹ ആചരിച്ചു. എത്രോ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃക. അവസാനമായി റിപ്പൻറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഡേവിഡ്, ഒരു അനുതാപത്തിൻ്റെ ഹൃദയം. ഇതും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഇല്ല. ദാവീദിൻ്റെ ജീവിതത്തിലും പാപം കടന്നു വന്നു. എന്നാൽ നാഥാൻ പ്രവാചകനിലൂടെ ആ കാര്യത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ വളരെയേറെ ദൈവസന്നിധിയിൽ കരഞ്ഞു അനുതപിച്ച ഒരു ദാവീദിനെ നമുക്ക് കാണാം. സങ്കീർത്തനം 51 അങ്ങനെ രചിച്ചിട്ടുള്ളതാണ്. താൻ ആശ്രയിക്കുന്ന ദൈവം മനസ്സലിവും കരുണയും ഉള്ള ദൈവമാണെന്ന് ദാവീദിന് ഉറപ്പായിരുന്നു. 1 യോഹന്നാൻ 1:9 അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വിശ്വസ്തനായ ഒരു കർത്താവ് നമുക്കുണ്ട്. യോശിയാവിൻ്റെ ചരിത്രത്തിലും ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേട്ടപ്പോൾ അതിൽ വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് താൻ കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ താൻ കരഞ്ഞു, വസ്ത്രം കീറി താൻ അനുതപിച്ചു. പ്രിയ ദൈവമക്കളെ, ദാവീദ്
തൻ്റെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഒരു നല്ല ലെഗസി വിട്ടേച്ചാണ് പോയത്. അതുകൊണ്ടാണ് യോശിയാവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഇമ്മീഡിയറ്റ് ഫാദേഴ്സ് ആമോൻ ആൻഡ് മനശ്ശ ആയിരുന്നു എങ്കിലും തൻ്റെ റോൾ മോഡൽ ദാവീദ് ആക്കിയത്, ദാവീദിൻ്റെ വഴി താൻ തിരഞ്ഞെടുത്തത്. പ്രിയ ആൻറ്റിമാരെ, സഹോദരിമാരെ, നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ തലമുറകൾക്ക് വേണ്ടി നമ്മൾ എന്ത് മാതൃകയാണ് വിട്ടേച്ചു പോകുന്നത്? യോശിയാവിൻ്റെ ജീവിതത്തിന് ദാവീദ് ഒരു നല്ല മാതൃകയായി. ദൈവത്തോടുള്ള ഭക്തി, ദൈവവചനത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള വിശ്വസ്തത, ഒരു അനുതാപ ഹൃദയം, ദൈവത്തിലുള്ള ആശ്രയം, മാത്രമല്ല ആത്മീയ കാര്യങ്ങൾക്കുള്ള ഉത്സാഹം. പ്രിയ സഹോദരിമാരെ, ആൻറ്റിമാരെ, നമുക്കും നമ്മുടെ തലമുറകൾക്ക് ഒരു നല്ല മാതൃകയാകാം. ഇതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.